അറിയിക്കുന്നു. ഇതുപോലെക്കാലം ഒരു കോടി ദിവസങ്ങളിലേക്ക് അടുത്ത് ഒരുപാട് സ്വർഗങ്ങളെയാക്കി അതിനെ മഹാകരണയ്ക്കായ ദയക്കായ നമ്മളോട് ശ്രമിച്ചതും ദൈവത്തിൻ്റെ അമേൻ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ ദൈവം തന്നോട് നമ്മളെ ബലപ്പെടുത്തിയതിനായി ശക്തി സ്വതന്ത്രേ ദൈവം ബലപ്പെടുത്തിയതോ ദൈവം ശക്തി കഥാവ് കേൾപ്പിച്ച എല്ലാ ദൈവത്തിൻ്റെ ആരാധനകൾക്കുമായി നമ്മളോട് ശ്രമിച്ചതും പ്രാർത്ഥന കുറഞ്ഞു പോകാതെ പ്രാർത്ഥനയിലെത്തിരിക്കുവാൻ വരുവാനിടയാകുമ്പോൾ ആ കഥാവിന് വരം എടുക്കപ്പെടണമെങ്കിൽ മൂന്നാമത് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുവാനിടയാകുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രത്തോളം വലുതെന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീരുമ്പോൾ നമ്മൾ അതിന് വിലപ്പെടുക്കേണ്ടതുപോലെ വിലപ്പെടുത്തുന്നത് മുട്ടുമുടക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു കൃപ ഒരു അഭിഷേകം തമ്മിൽ പകരുവാണ്ടാകട്ടെ. കഥാവിൻ്റെ ദിവസം പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നവരെ ലോകം അറിയപ്പെടുവായിരിക്കും. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവരെ ലോകം അറിയുവാനിടയും. പക്ഷേ അവൻ റൂമിലെ അന്തരങ്ങളിൽ ഇരുന്ന് അവൻ രാത്രിയാകുമ്പോൾ അവൻ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങളെ കൂടെ താമസിക്കുന്നവർ പോലും അറിയപ്പെടുവാനിടയാകത്തില്ല. പക്ഷേ എന്നാൽ സ്വർഗം അത് അറിയുവാനിടയായിത്തീരുന്നു. പരീക്ഷന്മാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തിരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളല്ല വേണ്ടത്. ജനങ്ങളിൽ എന്ത് ചെയ്യുക? അവൻ ദൈവസ്ഥലങ്ങളിൽ മുട്ടുമടക്കി അവൻ പേഴ്സണലായിട്ട് ദൈവപാദത്തിൽ മുട്ടുമടക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു കൃപ ഒരു അഭിഷേകം നമ്മളെ ജനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവർ ആ പ്രാർത്ഥനയുടെ അനുഭവം കഴിഞ്ഞ ജനങ്ങളിലൊക്കെ കേട്ടതുപോലെ ഒരു ശിഷ്യനായിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കഥാവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ അവൻ തന്നുള്ളതൊക്കെ ഒന്ന് ത്യജിച്ച് കളഞ്ഞിട്ട് അവൻ ദൈവസ്ഥലേക്ക് ഒന്ന് അടുത്ത് വരുവാൻ ഇടയായി തന്നാൽ അവൻ ശിഷ്യനായിരിക്കുവാനിടയാകുമ്പോൾ കർത്താവിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ആലോചനകൾ എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി നിരപ്പാൻ ഒരു കൃപ ഒരു അഭിഷേകം നമ്മളെ പകരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാണ്. അവൻ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുവാനിടയാകട്ടെ. അവൻ കേൾക്കുന്ന വചനങ്ങൾ അനവധി വചനങ്ങൾ കേൾക്കുക. കർത്താവെ നമ്മളെക്കാളും ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധത്തിന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം അല്പം കേട്ടുള്ളൂ അതനുസരിക്കുക ഒരു കൃപ അതനുസരിക്കുക അതിന് വില കൊടുക്കുവാൻ ഒരു കൃപ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാനിടയാകും. കർത്താവിൽ ജീവിതത്തിന് കുറവുണ്ട്, ജീവിതത്തിൽ ക്ഷമിക്കുന്നുണ്ട്. നല്ല അപ്പൻ്റെ അടിസ്ഥാനത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഇന്നൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? കർത്താവെ പലപ്പോഴും വിചാരിച്ചിട്ടും ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ കഴിയും. പലപ്പോഴും വിചാരിച്ചിട്ടും അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തീരുമാനമെടുത്ത ദിവസത്തിലേക്ക് അവൻ സഞ്ജയ് അപ്പ എനിക്ക് സഹിക്കുക. ആരെങ്കിലും കൊടുക്കുന്നു? നിങ്ങളാരും കൊടുക്കുന്നു? അപ്പോൾ തിരികെ ഓക്കെ. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലയിടങ്ങളിലും പല ദേശങ്ങളും കൊണ്ടിരിക്കുക. ലഭിക്കുന്ന സമയം പല ജോലി മേഖലയായിരിക്കും, പല മണ്ഡലങ്ങളായിരിക്കാം. എന്നാൽ അല്പസമയം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വിഷയം ആ ലഭിക്കുന്ന സമയത്തിന് വില കൊടുത്ത ദിവസം മുട്ടും മടക്കുക. ഒരിക്കലും ഉപേക്ഷയായി ഒന്നും വിചാരിപ്പാടില്ലാകരുത്. ഒന്നും ഉപേക്ഷയായി വിചാരിപ്പാടില്ലാകരുത്. നിർത്തുന്നു. നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയത്തില്ല. ഞാൻ നിന്നത് സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം മിടുക്കുകൊണ്ടോ സ്വന്തം ആരോഗ്യം കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം സമ്പത്ത് കൊണ്ടോ എന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. അമ്മ എത്ര തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദിവസം പറഞ്ഞതുപോലെ കർത്താവേ അനേകർക്ക് നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രേരണ കൊടുത്തിട്ട് അനേകരിരുന്ന് പ്രാർത്ഥിച്ച മക്കളുണ്ട്. നിങ്ങളൊരു ഷഹീദനായിരിക്കാം, ഞാനൊരു ഷഹീദനായിരിക്കാം. രാത്രിയാമുകൾ പരിശുദ്ധമാർ പ്രേരിപ്പിച്ച് അനേക ഇടങ്ങളിൽ രാത്രിയാമുകൾ മുഴുകാൻ മുഴുക്കി
മുട്ടും മടക്കിയിട്ട് ഇരുന്ന് അവൻ ആ ദാസന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ രക്ഷിക്കണമേ രക്ഷിക്കണമേ അവരോട് കരുണ തോന്നണമേ കരുണ തോന്നണമേ അവർ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഒരു പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് നിത്യജീവിതം കൊണ്ട് പ്രാർത്ഥനകളുടെ ദൈവം കരുണ തോന്നി ഒരു മോശ ആമേ കർത്താവിനോട് അപേക്ഷിച്ചതുപോലെ ആമേൻ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ അനേകം പ്രിയപ്പെട്ടവർ അനേക ഇടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക ദൈവദാസന്മാർ വില കൊടുത്ത് ആമേ ആത്മാതപനം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഓരോരുത്തർ ദിവസം ഇരിക്കുന്നത്. ആമേൻ. നമ്മുടെ കഴിവൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ആമേൻ. നമ്മുടെ വിശുദ്ധ കൊണ്ടുകൊണ്ടോ നമ്മുടെ ആമേൻ വേർപാട് കൊണ്ടോ നമ്മുടെ ആമേൻ എന്തെങ്കിലും പുണ്യപ്രവർത്തി കൊണ്ടോ അല്ല. ആമേൻ. ആമേൻ ദാസൻ പറഞ്ഞതുപോലെ ആമേൻ രാവിലെ എഴുന്നേറ്റ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആമേൻ ദൈവമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം. പക്ഷെ ചിന്തിക്കുവാനിടയാകുമ്പോൾ ഈ പ്രാർത്ഥന ഈ ഓഫിൻ്റെ അപ്പുറത്തേക്ക് എത്തുവാനിടയാകും. നമ്മുടെ പ്രാർത്ഥന ഒന്ന് ശോധന ചെയ്യുക. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ റൂഫിന് അപ്പുറത്തേക്കൊന്ന് എത്തുവാൻ ഇടയായിട്ടിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തോ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരിക. അതിയാ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം എനിക്ക് പ്രതികൂലമായി നിൽക്കുമെന്ന് ചിന്ത, അല്ലെ എൻ്റെ തലമുറകളുടെ നന്മകൾ പോകുമെന്നുള്ള ചിന്ത, എനിക്ക് അല്ലെങ്കിൽ ഞാൻ പോകുന്ന എനിക്ക് ലഭിക്കുന്നതായി ഭൗതിക നന്മകൾക്ക് അത് കുറവ് വരുമെന്ന ചിന്ത. ഇങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്തയിലൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിക്കും. ദൈവം പറയാൻ ഹൃദയം തകർന്നു. ഹൃദയം തകർന്നു നിന്റെ കണ്ണെന്ന് വീഴുവാനില്ല. അവൻ പരസ്യമായ പ്രാർത്ഥനകളല്ല, രഹസ്യ പ്രാർത്ഥനകൾ കണ്ണുനിന്ന് വീഴുവാനിടയാണ്. ദൈവം വെടിവെച്ച വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, ദൈവം കൊടുത്ത വിലകൾ ഓർത്തു കഴിഞ്ഞാൽ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ആ രക്തത്തിൻ്റെ വിലയെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ, പാപിയായിരുന്ന അവൻ പാപത്തിന് വെടിവെച്ചതായ ദൈവത്തിൻ്റെ അവൻ കരുണയെ ഓർത്താൻ, ദയയെ ഓർത്താൻ എത്ര ദൈവത്തിന് സ്ഥലത്തിൽ നിന്ന് അവൻ ഹൃദയം പകർന്നു കൊടുത്തിട്ട് അവൻ ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ഹൃദയം തകർന്നു നിലവിളിച്ചാൽ പറ്റും. അനുഭവമൊക്കെ ജീവിതത്തിലേക്ക് ഉണ്ടോ? അനുഭവമൊക്കെ ജീവിതത്തിലേക്ക് അവൻ പോയോ? അതുകൊണ്ടോ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ദിവസത്തിലേക്കൊന്നും ഇരിക്കുവാൻ കഴിയുന്നത്. ദൈവം നിന്ദകൾ മാറ്റി, പരിഹാസങ്ങൾ മാറ്റി, പ്രയാസങ്ങൾ മാറ്റി, പ്രതിസന്ധികളൊക്കെ മാറ്റി ദൈവം അനുകൂലമാക്കി നിർത്തുമ്പോൾ കർത്താവിന്റെ സ്ഥാനത്തിലേക്കൊന്ന് നിലവിളിക്കേണ്ടതുപോലെ നിലവിളിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്നെ പോലെ പാപിയായ മനുഷ്യൻ വേറെ ആരുണ്ട്? എന്നെ പോലെ നന്ദി കെട്ട മനുഷ്യനാരുണ്ട്? എന്നെ പോലെ നീചനായ മനുഷ്യനാരുണ്ട്? ഉപകാരം ചെയ്തിട്ട് ദൈവമേ ഒരു കണ്ണിന് ദൈവം തോന്നാതിരിക്കുമ്പോൾ, ഒരു കണ്ണിന് ദൈവം തോന്നാതിരുന്ന മണ്ഡലങ്ങൾ കുറ്റം പറയുവാൻ അനേകർ കാത്തു നിന്നപ്പോൾ, നിന്റെ പ്രവൃത്തി നിമിത്തം ഇങ്ങനെ ആയിത്തീർന്ന് പറയുവാൻ വേണ്ടി അനേകർ കാത്തു നിന്ന മണ്ഡലങ്ങളിൽ നിന്റെ വാക്ക് നിമിത്തമായി ഇത് സംഭവിച്ചെന്ന് പറയുവാൻ വേണ്ടി, നീ നേരായ നടത്താത്തത് കൊണ്ട് നിന്റെ തലമുറകൾ നശിച്ചതെന്ന് പറയുവാൻ വേണ്ടി അവൻ നോക്കി നിന്ന മണ്ഡലങ്ങളുടെ നടുവിൽ അവൻ നിന്റെ കുടുംബത്തിന് ഇത് തന്നെ വരത്തുള്ളെന്ന് പറയുവാൻ വേണ്ടി പറയുവാൻ വേണ്ടി ഒരു കൂട്ടം ജനം കാത്തു നിന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നീ ഉയരത്തിലെന്ന് പറഞ്ഞു നിന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിന്നപത്രമായിട്ട് പരിഹാസപാത്രമായിട്ട് അപമാനപ്പെട്ട് നിന്ന മണ്ഡലങ്ങൾ നിൽക്കുന്ന മണ്ഡലങ്ങളായിരുന്നു. എത്ര എത്ര ജീവിതത്തിലേക്ക് കടന്നുവന്ന മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ദൈവം വിടുവിച്ച വിധങ്ങൾ ഓർത്തുക. ഞാൻ ആരോട് പറയും, ഞാൻ ആരോട് വിഷയങ്ങൾ ഷെയർ ചെയ്യും, ആരെനിക്ക് സഹായം നൽകും, ആരോട് പറയാൻ എനിക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളുടെ നടുവിൽ അനേക സമയങ്ങളിൽ അനേക സമയങ്ങളിൽ ആരോടും ഷെയർ ചെയ്യുവാൻ പറയുവാൻ പറ്റാത്ത നിന്ന മണ്ഡലങ്ങളുടെ നടുവിൽ ഒരു മടങ്ങവരവ് ദൈവമാകല്ലേ. ഇന്ന് ദൈവം സമ്പത്തും ആരോഗ്യവും ബലവും ശക്തിയും നൽകി. ഞാനെന്തോ സംതിങ്ങായി എന്ന് ചിന്തിച്ചിട്ട് കഥാവ് പറയുന്നവരെ മടങ്ങവരവോ ഇന്നതെല്ലാം നിന്നെ നിർത്തിയത, നടന്നതെല്ലാം ഞാൻ നിന്നെ നടത്തിയത. നിക്കുഴഞ്ഞ ചീറ്റിലൂടെ കടന്നു പോയപ്പോൾ നീ വീഴാതെ നിർത്തിയത് എന്റെ കരമല്ലയോ എന്റെ ഭുജമല്ലയോ നിന്നെ താങ്ങിയത്. ചോദിക്കുമ്പോ മറുപടി കൊടുക്കേണ്ടതായ ഒരു സമയം വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദിവസം പറയുവാനിടയായിട്ടുള്ള തന്റെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം, പ്രാർത്ഥിക്കണം. എന്റെ ഹൃദയം ഭാരപ്പെടുക. എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. പലപ്പോഴും എനിക്ക് വേണ്ടതുപോലെ അവരെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും അതിനനുസരിച്ച് എത്തുവാൻ കഴിയുന്നില്ല. ഹൃദയം ഭാരപ്പെടുത്തുക.
മാതാപിതാക്കളോട് അവൻ ദൈവത്തിന് ഇടപെടുമ്പോൾ അവയെ ഒരു കൃപയിലേക്ക് നമ്മളെ പകരണമേ. ഒരല്പമെങ്കിലും അവരോടൊന്നും പറഞ്ഞു കൊടുക്കുക. ഈ ലോകത്തിലെ പലതിനെ കുറിച്ച് അറിഞ്ഞു കൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായി എല്ലാം കൊടുക്കുവാൻ ഇന്ന് വൽക്കരം പരിശുദ്ധമാവെന്ന് പറയാം. ഇന്ന് നല്ല ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, പ്രാർത്ഥിക്കുവാൻ വേണ്ടി നല്ലൊരു ദൈവർക്ക് നമ്മളെ കൊടുക്കേണ്ടത് വേണ്ട ദിവസങ്ങളിൽ ഒന്ന് വസിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? തലമുറകളിലോ അച്ഛനെല്ലാം നേടിയിട്ട് ഉന്നത പദവിയിലേക്ക് എത്തിയിട്ട് അവർ ദൈവസന്നിധി വിട്ടുപോയിട്ട് അവർ പരിഹാസി മാത്രമായി നിന്നപ്പോൾ നിനക്ക് മണ്ഡലങ്ങളെക്കാൾ അധികം വലിയോ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് അവയെ അല്പം നിവൃത്തിയേ ഉള്ളൂ. 6 ദിവസങ്ങളിലേക്കും ആഹാരത്തിന് വകയുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നിന്റെ തലമുറകൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ എത്ര സന്തോഷമാണ്. മറുതലിച്ച് നിൽക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത്. മറുതലിച്ച് നിൽക്കുന്ന ദൈവത്തോട് വിരോധമായി നിൽക്കുന്ന ഒരു തലമുറയല്ല വേണ്ടത്. അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവവചനത്തിൽ നിന്ന് മുറുകെ പിടിക്കുന്ന, കർത്താവിന്റെ വചനത്തെ ചേർത്ത് വിളിച്ച് ആ നാളിന്റെ വചനങ്ങളെ ഒന്ന് കേൾക്കുവാൻ ആഗ്രഹത്തോടെ നടക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കട്ടെ. ഒരാത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഒരു കൃപ മാതാപിതാക്കളെ പേരൻസ് ആയിരിക്കണം നമുക്ക് അവർ തമ്മിൽ പകരുവാണ്ടാകണമേ. അപ്പ അവർ പരിശനേകർക്ക് തലമുറകൾ ഇല്ലാതിരിക്കുക. എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർ തലമുറകൾ ലഭിക്കാതിരിക്കുമ്പോ നമ്മുടെ കരകളിൽ തലമുറകളെ തമ്പരാൻ നൽകിയത് എന്തിനു വേണ്ടിയാ നൽകിയത്? എന്തിനു വേണ്ടിയാ നൽകിയത്? അവര് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രശ്നമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ അവരെ ഒന്ന് ദൈവമേ വളർത്തുക, അവരെ ഒന്ന് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കൃപ നമ്മൾ പകരുവാൻ. എന്റെ വീഴ്ച കൊണ്ട്, എന്റെ കുറവ് കൊണ്ട് എന്റെ തലമുറകൾ നശിച്ചു പോകാണ്ടാകരുത്. എന്റെ പ്രാർത്ഥന കുറവ് കൊണ്ട് ദൈവമേ അപ്പ എന്റെ ദൈവം അവര് ആലയത്തിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത്, അവർ കൊണ്ടുവരേണ്ടത് ആലയത്തിലേക്ക് ദൈവത്തിലേക്ക് അവരെ എത്തിക്കേണ്ടത് ഞാനാ. പക്ഷേ അവർ ഞാൻ പ്രേരണ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നത് ഞാൻ കടക്ക് കൊടുക്കേണ്ട ഒരു നിമിഷം വരുവാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് പ്രിയ സഞ്ജയ്, നമ്മളുടെ സ്നേഹത്തോട് ഞാൻ നിങ്ങളോട് പറയുക, അവൻ നിങ്ങൾ നേരത്തെ കടന്നു വരുവാൻ അവൻ ഉത്സാഹിക്കും. കഴിയത്തില്ല പക്ഷേയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. അവൻ നിങ്ങൾ മാതാപിതാക്കൾ ഒരുപക്ഷെ ബിസി ആയിരിക്കാം. നിങ്ങൾ നിന്ന് പ്രിയ മാത്യൂസ് പറഞ്ഞ് കടന്നു വരുന്നുണ്ട്. പ്രിയ മാത്യൂസ് അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ അവൻ നേരത്തെ വരുവാൻ തക്കണം നിങ്ങൾ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് Friday onwards please come here. Try your best. No, it's for your blessing in your future. I'm not criticizing. Never, I don't think about other way. I'm not criticizing you because same way I am like this. Sometimes I'm not going to the church. Maybe I'm in the middle of the time and return to the home. I think about playing the cricket, a lot of things. I do a lot of things. നമ്മളൊക്കെ അതിനായിരുന്നില്ലേ? ഞാനുണ്ടായിരുന്നു. ഞാനാലയത്തിലേക്ക് നേരത്തെ പോയിട്ട് മധ്യ സമയമാകുമ്പോഴത്തേന് ഞാൻ ഇറങ്ങി പോകുമ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുവാൻ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇറങ്ങിപ്പോകും. ആലയത്തിലിരിക്കുവാൻ കഴിയാതെ നിന്ന അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ ആരും ശ്രദ്ധിക്കട്ട, നമ്മളോട് ശ്രദ്ധിക്കുവാൻ വേണം. അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ആരാ? പുറത്തുനിന്നുള്ള മനുഷ്യരല്ല പറഞ്ഞു പറയുവാനില്ല. നമ്മളോട് നമ്മുടെ തലമുറകൾ തെറ്റിപ്പോയാൽ അവരെ അസഞ്ചയും ശ്രദ്ധയും എൻ്റെ തലമുറകളെ പോലെയാണ് അവരെ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരും ഓരോ കുഞ്ഞുങ്ങളെ കാണുന്നത് അങ്ങനെയാണ് കാണുന്നത്. വേറൊരു ശതം നിങ്ങൾ ക്രിസ്തുവായി അവരെല്ലാവരും ഒന്നാകുന്നു. അവിടെയാണെന്നോ പെണ്ണെന്നോ ആമയെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ യൗവനെന്നോ ആമയെ കഥവി ഒന്നുമില്ല. അവർക്കെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ.
യേശുദാസന്റെ ദൈവദാസന്റെ തലമുറ വേറെ, തലമുറ വേറെ, കുമാർബാന്റെ തലമുറ വേറെ, എന്റെ തലമുറകൾ വേറെ എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ തലമുറകളെ പോലെ ഓരോപോലെ ചേർത്ത് പിടിക്കുവാൻ ഒരു കൃപ, അഭിഷേകം നമുക്കെല്ലാവർക്കും ഒരുപോലെയാ മുമ്പോട്ട് നീങ്ങേണ്ടത്, ഒരുപോലെയാ ക്രിസ്തുവിന് വേണ്ടി നിൽക്കേണ്ടത്, ഒരുപോലെയാ ക്രിസ്തുവിന്റെ ശരീരത്തിന് ഒരവയവം തളർന്നാൽ അവർ ദൈവസഭയ്ക്ക് മൊത്തം ക്ഷീണമായി തീരുവാനിടയാകരുത്. ഒരവയവം പോലും ക്ഷീണപ്പെടുവാനിടയാകരുത്, ഒരവയവം പോലും തകർന്നു പോകുവാനിടയാകരുത്. എല്ലാവരും നാക്കുക ശക്തിയാകരുത്. അവരുടെ കർത്താവിനെ വരവെങ്കിൽ എടുക്കണമെന്ന് അവർ ആത്മശക്തിയോടെ മുമ്പോട്ട് നീങ്ങുക. ഒരു ദൈവസഭയായി തീരുവാനിടയാകണം. അഭിഷേകത്തോടെ മുമ്പോട്ട് നീങ്ങുവാനാണ്. ആരെയും കുറ്റം വിധിക്കുവാനല്ല, ആരെയും മാറ്റി വെച്ചിട്ടില്ല. ഒരുവൻ തെറ്റിൽ പോയി അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ബുദ്ധി ഉപദേശിച്ച് അവരെ മടങ്ങി വരുത്തുവാനെ നിങ്ങളെ മാറ്റി വെച്ചിരിക്കുന്നു. അവിടെ വചനം പറയുന്നത് നീയും വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുന്നത്. ആ ബുദ്ധി ഉപദേശിച്ചു പോവാൻ പറയുവാൻ പോകുന്ന ഞാൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. എത്ര ഭയത്തോടെ വിറയോടെ മുമ്പോട്ട് പോകുവാനാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുവാനാകട്ടെ. ആത്മാവ് വ്യക്തമായി സംസാരിക്കേണ്ട പ്രാധാന്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവ ദൈവത്തിന് കൊടുക്കേണ്ട വിലകളെ കൊടുത്തുകൊണ്ട് ദൈവത്തിനെ ആരാധിക്കുന്നത് മുട്ടുമടക്കുന്നത് പോലെ അവനെ ആരാധിക്കുവാൻ ഒരു കൃപ അഭിഷേകം പകരുവാനാകണം. അവൻ ദൈവം തന്നതല്ലാതെ, ദൈവം നൽകിയ ദാനമകളല്ലാതെ, ദൈവം നൽകുന്ന ദാനങ്ങളല്ലാതെ ഒന്നുമില്ല. ആരോഗ്യത്തോടെ അനേകം പ്രിയപ്പെട്ട ഒരു രോഗത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടു നിൽക്കുമ്പോൾ നിരയാത്ത സമയങ്ങൾ ഓരോ കുടുംബങ്ങളുടെ യന്ത്രകൾ, വേദനകൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ കുടുംബങ്ങളുടെ യന്ത്രങ്ങളിൽ സമാധാനം നൽകി അവൻ സ്വസ്ഥത നൽകി അവൻ ദൈവം നിർത്തിയിരിക്കുമ്പോൾ എത്ര സ്തുതിച്ചാൽ, എത്ര ആരാധിച്ചാൽ, എത്ര ദൈവത്തിൽ നന്ദി കരട്ടിയാൽ മതി. നമ്മുടെയൊക്കെ തലമുറകളെ അവൻ എത്ര ശ്രേഷ്ഠമായി അത്ഭുതകരമായി ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമായിരുന്നു. ഒരംഗഭംഗമില്ലാതെ അവർക്ക് ഒരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തലമുറകളെയൊക്കെ ദൈവം ദാനമായി നൽകിയില്ലയോ. ഒരു കൈയില്ലാത്തവരെ പോലെയല്ല, ഒരു കാലില്ലാത്തവരെ പോലെയല്ല, ഒരു കാഴ്ചയില്ലാത്തവരെ പോലെയല്ല, അവന് സംസാരിക്കാൻ കഴിവില്ലാത്തവരെ പോലെയല്ല. അവൻ ദൈവത്തിന്റെ എത്ര ശ്രേഷ്ഠമായ തലമുറകളെ ഒക്കെ ദൈവം തമ്മിൽ നൽകിയിരിക്കാമോ. അവ എത്ര സ്തുതിച്ചാൽ, എത്ര ആരാധിച്ചാൽ, എത്ര ദൈവത്തിന് നന്ദി കരട്ടിയാൽ മതി. ദൈവമേ കർത്താവേ, അങ്ങ് ബലപ്പെടുത്തണമേ, അങ്ങ് ശക്തിയിലേക്കിടണമേ. അമ്മയുടെ ഉദരത്തിൽ ഒരു വാക്കതിന് മുമ്പേ കണ്ടൊരു കർത്താവുണ്ട്. ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിന്റെ ഒരു ദേശത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓരോരുത്തരെയും അവയെ ക്രിയേറ്റ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്നെ അയച്ചതിനും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അവ എന്നെ ഭൂമിയിൽ നിർത്തിയതിനും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അവ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ പാതപടത്തിലേക്ക് ഒന്ന് അടുത്ത് വരുവാൻ കൃപ തമ്മിൽ പകരുവാൻ ദിവസങ്ങൾ അല്പസമയത്ത് അതിന്റെ അപാചര ശുശ്രൂഷകൾ വേണ്ടി അവൻ യെരമ്യാ 1-ാം അധ്യായത്തിലെ 4-9 യെരമ്യാ chapter 1:4-9. എനിക്കുണ്ടായതെന്നാൽ യഹോവയുടെ എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി തൻ്റെ വായെ തൊട്ട്, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ
അങ്ങനെ യിരെമ്യാവിനോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ ഒരു ദൈവം പറയുന്ന ഒരു വാക്യമാണ്. ആമേ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നീ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ അരുളിച്ചത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നവരുടെ ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പന നോക്കുകയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെ ഉള്ളത് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു. ആമേൻ. പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അവിടെ വചനം പറയുന്നു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, അവനെ സൃഷ്ടിച്ചത്, അവനെ നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ്? ജാതികൾക്ക് പ്രവാചകനായി നിൽക്കുവാൻ വേണ്ടിയാണ് യിരെമ്യാവിനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നീ അറിഞ്ഞു എന്ന് ദൈവത്തിന് ആത്മാവ് വ്യക്തമായി പറയുക. അവിടെ രണ്ട് പറഞ്ഞിരിക്കുന്നത്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുക. അവൻ എന്നാൽ യിരെമ്യാവ് പറയുന്നു, ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് യിരെമ്യാവ് തിരിച്ചു പറയുവാനാകുമ്പോൾ അമ്മയോട് പറയുന്നത്, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞാൽ യഹോവ എന്നോട് അയച്ചത്, ഞാൻ ബാലനെന്ന് നീ പറയുന്നത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെട്ടത്, നിന്നെ വിടുവിക്കണത് ഞാൻ നിന്നോട് കൂടിയണം യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നത് യഹോവ എന്നോട് കൽപ്പിച്ചു. ഇതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണ്! യിരെമ്യാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണ്! കർത്താവിൻ്റെ ആലോചനകൾ എത്ര വലുതാണ്! സങ്കീർത്തനം നമുക്ക് വായിക്കും. സങ്കീർത്തനം 139 verse 13 to 17. Psalms 139 verse 13 to 17. 139 സങ്കീർത്തനം 13-17. என் தாயின் கர்ப்பத்தில் என்னை காப்பாற்றினீர். நான் பிரமிக்கத்தக்க அதிசயமாய் உண்டாக்கப்பட்டபடியினால் உம்மை துதிப்பேன். உமது கிரியைகள் அதிசயமானவைகள், அது ஆத்மாவுக்கு நன்றாய் தெரியும். நான் ஒளிப்பிடத்திலே உண்டாக்கப்பட்டு பூமியின் தாழ்விடங்களிலே விசித்திர வினோதமாய் உருவாக்கப்பட்ட போது என் எலும்புகள் உமக்கு மறைவாய் இருக்கவில்லை. என் கருவை உம்முடைய கண்கள் கண்டது. என் அவயங்களில் ஒன்றாகிலும் இல்லாத போதே அவைகள் அனைத்தும் அவைகள் உருவேற்படும் நாட்களும் உமது புஸ்தகத்தில் எழுதியிருந்தது. தேவனே, உமது ஆலோசனைகள் எனக்கு எத்தனை அருமையானவைகள்! அவைகளின் தொகை எவ்வளவு அதிகம்! നീ വഴി എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവും എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയിലെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം നിയമിക്കപ്പെടുന്ന ഒന്നുമില്ലാതിരുന്ന സമയങ്ങളിൽ അവയെല്ലാം നിന്റെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിലെ മനുഷ്യൻ കാണുവാൻ കഴിയത്തില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ശിശു എങ്ങനെയാ ഉരുവാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അസ്ഥിയോട് ചേർന്ന് എങ്ങനെയെന്നും ഓരോ പാർട്സും എങ്ങനെയാണ് ചേർന്ന് വരുന്നതെന്നും നമുക്ക് അതിൻ്റെ ക്രിയേഷനെ കുറിച്ച് ഇമാജിൻ ചെയ്യുവാൻ പോലും പറ്റാത്ത അത്ഭുതകരമായ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ, കർത്താവിന് ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതികൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കുവാൻ കഴിയത്തില്ല. ദിനങ്ങളിൽ കർത്താവിൻ്റെ പദ്ധതികൾക്ക് തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. കർത്താവ് എന്ന ദൈവത്തിൻ്റെ വചന പ്രകാരം ദൈവം നമ്മളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുവാൻ
പറയുകയാണ്. കഴിഞ്ഞ കേട്ടതുപോലെ കർത്താവിൻ്റെ ശിഷ്യരായി തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരും വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ കഴിയാതെ ഇരമ്യാവ് പറഞ്ഞതുപോലെ ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. അന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശ്രദ്ധ കേൾക്കുവാൻ, ആ ശബ്ദത്തെ കർത്താവ് ആ ദൈവിക ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും ആ ശബ്ദത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് കർത്താവിനെ സദൃശവാക്യം പറഞ്ഞ് ഒരു വാക്യം പറയുന്നത് പോലെ എപ്പോൾ കണ്ണിന് രണ്ടാമതിയ മക്കൾ മൂന്നുണ്ടതിയ തരിക എന്നുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ദൈവമേ അങ്ങയുടെ ആഗ്രഹമല്ല, അങ്ങയുടെ ഇഷ്ടമല്ല ചെയ്യുവാൻ വേണ്ടിയല്ല, എപ്പോഴും ആഗ്രഹം എൻ്റെ ദൈവസ്ഥലേക്ക് കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒന്ന് മാത്രം. ഈ ലോകത്തിന് എനിക്ക് ആവശ്യമുള്ളതെന്തോ അത് തരിക എന്നുള്ള മാത്രം നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് പറയുക, നിന്നെ അമ്മയുടെ ഉദരത്തിൽ എന്നെ നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടത് കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പദ്ധതിക്ക് വേണ്ടി അന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പദ്ധതി ആരായുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെന്തെന്ന് കർത്താവിനോട് ചോദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ റീമ പ്രദേശത്ത് ഈ ചർച്ചിനകത്ത് കൊണ്ടുവന്ന് ദൈവം ആക്കി വെച്ചിട്ട് കഥ പിണ്ടാകാരനുമായിരുന്നപ്പോൾ കഥാവെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെ ഉരുവാകുന്നെന്ന് ലോകം കാണാതിരിക്കുമ്പോൾ, നിന്റെ മാതാവോ നിങ്ങളുടെ മാതാവോ പിതാവോ കാണാതിരിക്കുമ്പോൾ, സഹോദരങ്ങളോ ചർച്ചിലുള്ളവരോ പ്രിയപ്പെട്ടവരോ കാണാതിരിക്കുമ്പോൾ, എവിടെ ജനിക്കുമെന്ന്, എവിടെ ആരുടെ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുമെന്നോ ആരും തിരിച്ചറിയാതിരുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ ദൈവത്തിന് ആത്മാവ് വ്യക്തമായി ഏത് ദേശത്ത്, ഏത് ഭവനത്തിൽ, ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചൊരു ദൈവം. ആ കർത്താവ് അമ്മേ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കുറിച്ചൊരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ആലോചനകൾക്ക് വേണ്ടി, ഒരു പർപ്പസിന് വേണ്ടി ദൈവം നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ട് നാം ഇരുന്ന് പറയുക ഇന്നത് ചെയ്യുമെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുക, ഞാൻ നിന്നെ ഉരുവാക്കിയത് ഇതിനു വേണ്ടിയല്ല, ഞാൻ നിന്നെ ഉരുവാക്കിയത് ഇപ്പോൾ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വേണ്ടിയല്ല. ഞാൻ നിന്നെ ഉരുവാക്കിയത് അത്ഭുതകരമായി അതിശയകരമായി നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇപ്പോൾ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് ഒരു മറുപടി കേവലം മറുപടി കണ്ട് എഴുന്നേൽക്കുന്നതിന് വേണ്ടിയല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്ന ദൈവത്തിന് ആത്മാവ് വ്യക്തമായി അത് തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിലെ ആ വിശ്വസം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വന്ന് പിതാവേ അടിയനിത എന്ന് പറയുവാൻ തക്കുന്ന ഒരു കൃപ പരിശുദ്ധ ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ, ദൈവത്തിന്റെ ആത്മാവെ എന്ന് സംസാരിക്കണമേ എന്ന് പറയുവാൻ ഒരു കൃപ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇരുപത്തൊന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായപ്പോ ഉണ്ടാകാരമായിരുന്നപ്പോൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നെ കണ്ടൊരു കർത്താവുണ്ടല്ലോ, ആ കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് കർത്താവ് ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ച് അയച്ചപ്പോൾ നാഥനൊരു ഇഷ്ടമുണ്ടായിരുന്നു, നാഥനൊരു ആഗ്രഹമുണ്ടായിരുന്നു, നാഥനൊരു ചില ചിന്തകളുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതികളിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ അപ്പ. നാളുകളേറെ കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, കർത്താവ് വളവും വെള്ളവും ഒഴിച്ച് തമ്പര ഇന്ന് നിർത്തിയിരിക്കുക. ഈ മകൻ വീണ്ടും ഒന്ന് മടങ്ങി വരും, ഈ മകൻ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി എന്ന് ചോദിക്കുവാൻ വേണ്ടി ഒന്ന് മടങ്ങി വരുമെന്ന് ഒരു നല്ല യജമാനാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. മടങ്ങി വരുവാൻ താല്പര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് വീണ്ടും ചോദിക്കുക, കർത്താവിന്റെ ഇഷ്ടമെന്ന് ചോദിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദൈവത്തിന് ആഗ്രഹമെന്ന് ആരായുവാൻ ദൈവം ഒരു കൃപ കർത്താവ് ഇന്ന് താല്പര്യമുണ്ടോ? അതോ കടന്നു വന്നിട്ട് ദൈവമേ എനിക്ക് ഭൗതികമായ നന്മകൾ വേണം, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് ആരോഗ്യം നൽകണം, ഞാൻ ലോകത്തിൽ എൻ്റെ ദേശത്ത് ഉന്നതനായി ചെയ്യണമെന്നുള്ള ചിന്തകൾ മാത്രമാണ്. ദൈവം നമ്മളെ നോക്കി ദുഃഖിക്കുവാടെയാകുന്ന മണ്ഡലങ്ങളിൽ കടന്നു വരിക. ദൈവം നമ്മളെ നോക്കി നിരാശയുടെ അനുഭവത്തിലേക്ക് എന്താ ഈ ജനം ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന മണ്ഡലത്തിലേക്ക് നിൽക്കാനിടയാകാതെ കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിയനേതാ എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ഡലത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഒരു കൃപ തമ്പുരാൻ പകരുവാനാണ്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനപ്പാ, അങ്ങ് എനിക്കൊരു കൃപ തമ്പുരാൻ നൽകണമേ അപ്പാ. അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽപ്പാൻ ഒരു കൃപ നൽകണമേ. രാത്രി യാമങ്ങളിൽ എഴുന്നേൽക്കണമോ, പ്രഭാതത്തിൽ എഴുന്നേൽക്കണമോ അപ്പാ, റെഡി. ജനാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ എവിടെ പോകണം എന്നോടൊന്ന് പറ. ആ ശബ്ദത്തിന് വേണ്ടി ഒന്ന് തയ്യാറാണോ? ആ ശബ്ദത്തിന് വേണ്ടി ഒന്ന് തയ്യാറാണോ? ആ വിളികൾക്ക് വേണ്ടി ഒന്ന് തയ്യാറാണോ? ദിവസത്തിലേക്ക് വരുവാൻ കഴിയും.
യേശുവിനെടുത്ത് വന്ന് ദൈവസ്ഥലത്ത് പറയുവാൻ ലോകത്തിൽ ലോകം മുഴുവൻ നേടി ദൈവത്തിൻ്റെ ആത്മാവ് ലോകം മുഴുവൻ നേടിയാണ് തന്നെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? യേശു പറഞ്ഞു നിനക്ക് എല്ലാം നീ പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാം നമ്മൾ അമ്മയും ദൈവമേ പറയുക പലയിടങ്ങളിൽ പറയുന്നത് പോലെ നീ കടന്നു വരിക, അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക അനുഗ്രഹിച്ചു പോവുക. പക്ഷേ അനുഗ്രഹങ്ങളെല്ലാം നന്നായിട്ട് ദൈവം തമ്പുരാൻ നൽകുക. അവൻ അനേക ഇടങ്ങളിൽ നോക്കുമ്പോൾ അനേകം നന്മകളാണ് ലഭിക്കുന്നത്, അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുക. എല്ലാം പ്രാവശ്യം ഇതെല്ലാം നേടി അവൻ കർത്താവിൻ്റെ സന്ധി ഇല്ലെങ്കിൽ എന്താ പ്രയോജനം? ഈ നന്മകൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഈ നന്മകൾ അവൻ സമ്പത്ത് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അവൻ ഞാനുണ്ടാക്കിയ പ്രശംസ, അവൻ ഞാനുണ്ടാക്കിയ പേര് അവൻ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? എത്തിക്കുമോ? അവൻ എൻ്റെ പേരിന് എന്തെങ്കിലും ഒരു കളങ്കം പറ്റിയാൽ ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. എന്നെ ആരെങ്കിലും അപമാനിക്കുന്ന മണ്ഡലങ്ങളിൽ കടന്നു ഞാൻ അവരെ വിട്ടുപോകാതെ വിട്ടു നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. എൻ്റെ പേരിന് കളങ്കപ്പറ്റുന്ന ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അവനെ ചെയ്യാൻ നിർത്തിയിട്ട് അവൻ ഞാൻ പറയുന്നത് മുഴുവൻ പറയട്ടെ, മടങ്ങി വരത്തുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ വീഴേണ്ടതിനെ വെട്ടിട്ട് അവൻ മടങ്ങുക. അവൻ ഈ ലോകത്തിൽ നശിക്കുമ്പോൾ നശിക്കട്ടെ. ഒരു വാക്കുകൊണ്ട് പ്രവർത്തിക്കേണ്ട ദൈവമേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് സംസാരിപ്പാൻ എന്നെ നാവ് പോകാതെ എന്നെ ഒന്ന് കാക്കുവാനേ എന്റെ യാതൊരുമേ എന്റെ നാവുമേ ഒരു കാപത്തമേ നിർത്തണമേ. പോകുമായിരിക്കും, എൻ്റെ പേര് പോകുമായിരിക്കും, ഞാൻ കള്ളനെന്ന് പറയുമായിരിക്കും, ഞാൻ അപമാനം, ഞാൻ കൊള്ളാരത്തുവെന്ന് പറയുമായിരിക്കാം, എന്നെ ആരും ബഹുമാനിക്കത്തില്ലായിരിക്കും. വേണ്ട, അവൻ ആരും ബഹുമാനിച്ചില്ലെങ്കിലും ആരും സ്ഥാനമാനങ്ങൾ തന്നില്ലെങ്കിലും ആരും ഉയർത്തിയിലും അവൻ ദൈവം ഉയർത്തിയാൽ അത് ഏറ്റവും വലുത്. ചിന്തിക്കുവാൻ കഴിയുമോ? ദേശത്തിന് ഒരു പക്ഷേ അവൻ ഏറ്റവും ചെറിയവനായിരിക്കാം, ആരാലും ബഹുമാനിക്കപ്പെടാത്തൊരു മനുഷ്യനെ പോലെ ആയിരിക്കാം. അവൻ നിന്നെയും നിന്റെ കുടുംബ തലമുറകളും മുമ്പേ ആരും അറിയപ്പെടാത്തൊരു മനുഷ്യനെ പോലെ ആയിരിക്കാം. അവൻ അവൻ റോമിന്റെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പൈതല്, അവൻ റോമിന്റെ അകത്തുനിന്ന് ആരാധിക്കുന്ന പൈതല്, അവൻ ലോകം നിന്നെ അവൻ ദേശക്കാർ കൂട്ടച്ചാർച്ചക്കാർ പ്രിയപ്പെട്ടവർ അറിഞ്ഞില്ല. അവൻ എന്റെ കഥാവ് അറിയുവാൻ അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ആ അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വന്നിട്ട് ദിവസത്തിലേക്കൊന്ന് മുട്ടുമടക്കുവാൻ ഒരു കൃപ നമ്മൾ നൽകി. ചിലത് ദൈവം നമ്മളെ കൈമാറുവാൻ ആഗ്രഹിക്കുക. അവൻ കഥാപുരത്തിൽ മുട്ടുമടക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവൻ ചിലത് കൈമാറുവാനുക. ചിലത് ദൈവം ചില ശുശ്രൂഷകളിലേക്ക് അവൻ നമ്മളെ കൈമാറുവാൻ ആഗ്രഹിക്കുക. അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിരിക്കുന്നവരുമേ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്ന വേറൊരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുവാൻ എത്തുന്നെങ്കിൽ അവൻ നീ പ്രാർത്ഥിക്കുവാൻ എത്തുന്ന അവൻ ചില മണ്ഡലങ്ങളിൽ വ്യാപിക്കുവാൻ വേണ്ടി ദൈവം തന്നെ അയക്കുവാൻ ചില കുടുംബങ്ങൾ ഭാരത്തോടെ വേദനയോടെ അവൻ നിരാശയോടെ നിൽക്കുന്ന ചില കുടുംബങ്ങളുടെ യന്ത്രങ്ങളിലേക്ക് ചെന്ന് വരുവാൻ കഴിയത്തിലാക്കിയ പക്ഷേ അവൻ നിങ്ങൾക്ക് അവിടെ ദൈവം വായിക്കുവാൻ അത് വെളിച്ചമായി ഒരു പ്രയാസമായി ദൈവം അവരെ അയക്കുവാൻ. ചിലരോട് സംസാരിക്കുവാൻ എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ എനിക്കും നിങ്ങളെയും കൊണ്ടും സംസാരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. അതിനുവേണ്ടി തമ്പുരാൻ കാത്തു നിൽക്കുക, ദൈവം നോക്കി നിൽക്കുക. എപ്പോൾ ഞാൻ മടങ്ങി വരും, എപ്പോൾ നാളിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആ നാളിന്റെ വാക്കിന് വേണ്ടി ഒന്ന് ചെവിയെടുക്കുവാൻ വേണ്ടി മടങ്ങി വരുമോ ആ സെക്കൻഡ് തമ്പുരാൻ സംസാരിച്ചു തുടങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുവാനല്ല, ഇങ്ങനെ ജീവിച്ച് ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാനല്ല. കാലം പരിശുദ്ധാത്മാവ് ഈ സഭയുടെ ഓരോ അവയവമായി എന്നെ സൃഷ്ടിച്ച ദൈവം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓരോ അവയവത്തിനും ഓരോ ഉത്തരവാദിത്വമുണ്ടെന്ന് മറന്നു പോകുവാനാകരുത്. ഓരോ ഉപയോഗത്തിനും അവൻ കഥ എന്നെ കുറിച്ച് എൻ്റെ കൈയുടെ അവൻ കഥ എൻ്റെ ശരീരത്തിന് ഒരു പാട്ടായിരിക്കുന്നത് എൻ്റെ കൈകളെ കുറിച്ച് എൻ്റെ കൈകൾ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം എനിക്ക് ഈ കൈകൾക്കുള്ളപ്പോൾ ഈ ഫിംഗറിനുള്ളപ്പോൾ അവ ഈ കണ്ണുകൾക്കുള്ളപ്പോൾ അവൻ അറിയാത്തപോലെ അവൻ ദൈവസഭയുടെ ഓരോ അവയവത്തിനും അവൻ ദൈവം ഓരോ പദ്ധതികളും ഓരോ ആലോചനകളും ഓരോ പ്രവൃത്തികളും നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. ചെയ്യുവാൻ തയ്യാറാണ്. റെഡിയാണോ? അവൻ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ റെഡിയാണോ? പോകുവാൻ റെഡിയാണോ? അവൻ യാത്ര ചെയ്യുവാൻ തയ്യാറാണോ? അവൻ ദൈവത്തിന്റെ ആലോചനകൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുമോ? മുട്ടുമേലിരിക്കേണ്ടത് മുട്ടുമേലിരിക്കുവാൻ, കണ്ണുനീർ ഒഴിക്കേണ്ടത് കണ്ണുനീർ ഒഴിക്കുവാൻ, അവൻ വിലവെക്കേണ്ടത് വിലവെക്കുവാൻ, ആരാധിക്കേണ്ടത് ആരാധിപ്പാൻ, അവൻ വചനം പറയുന്നത് വചനം പറയുവാൻ, ഒന്നിനും പിറകോട്ട് മാറി നിൽക്കുവാനല്ല, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. രമ്യാവ് പറഞ്ഞ പോലെ ഞാൻ ബാലൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല എന്നെ നിങ്ങളെ വിളിച്ചത്. ശക്തി നൽകുന്നു ദൈവമാണ്.
പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം നമ്മളെ തന്നെ ആശ്രയിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ബലത്തിലും നമ്മുടെ കഴിവിലും ആശ്രയിക്കുന്നതുകൊണ്ട്. പ്രകാരം ദൈവത്തിന് ആത്മാവ് പറയുന്നത് അതൊക്കെ വിട്ടുപറ, നിന്റെ കഴിവിലും നിന്റെ ബലത്തിലും നിന്റെ ശക്തിയിലും ആശ്രയിക്കാതെ യഹോവയെങ്കിലേക്ക് ഒന്ന് ആശ്രയിച്ചിട്ട് കടന്നു പോവാ. അവൻ ദൈവത്തിന്റെ വചന ശക്തി വചനം ഉള്ളിലേക്ക് നമ്മളെ പകരുവാനായിട്ട് അപ്പോഴാണ് നീ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. നിർമൂലമാക്കുവാനും പണിയുവാനും വളർത്തുവാനും അവൻ പ്രവർത്തിക്കുവാനും കഴിയുന്ന ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലേക്ക് നാവിന്മേൽ തമ്മിലെ പകരുവാണ്ടാകുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യുവാണ്ടാകുമ്പോൾ നാം അറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുവാണ്ടാകുമ്പോൾ അവർക്ക് അനേകർക്ക് വേണ്ടി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കുടുംബങ്ങളുടെ നടുവിൽ ഒന്ന് പ്രാർത്ഥിക്കുവാണ്ടാകുമ്പോൾ ആ കുടുംബം വിടുന്ന അനുഭവത്തിന് കയറുവാണ്ടാകത്ത് എന്റെ പ്രാർത്ഥന വിടുക്കല്ല. അവ എന്റെ ഉള്ള വ്യാപികളെ പരിശോധന ശക്തി വളപ്പ് വലിപ്പം കാരണം അവർ വിടുതൽ വ്യാപരിക്കുവാണ്ടായി. അങ്ങനെ ഒരു വിടുതൽ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന വീരന്മാരെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന തീയായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു ശക്തമായ ദൈവം ഒരു ആയുധമായി ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ വേണ്ടി ദൈവം എടുത്ത് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ ദിവസം ദൈവം ഇടയാകട്ടെ. വീട് ചതങ്ങി എന്ന് ഇരിക്കുവാനല്ല, ഒന്നിനും കൊള്ളാത്തവനെ പോലെ ആർക്കും കൊള്ളാത്തവനെ പോലെ അല്ല. കഴിഞ്ഞ പണ്ടുള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്നു ആർക്കും കൊള്ളാത്തവരെ എന്ത് ചെയ്യുക, ദൈവവേലയ്ക്ക് വേണ്ടി പോകും. അവന് വേറൊന്നിനും കൊള്ളത്തില്ല, പഠിക്കുവാൻ കൊള്ളത്തില്ല, കഴിയത്തില്ല, അവന് ടെക്നിക്കൽ ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ നീ എന്ത് ചെയ്യുക, നീ ദൈവവേലയ്ക്ക് വേണ്ടി പോകും. കർത്താവ് പറയുന്നത് കൊള്ളാത്തവനെ എന്ത് ചെയ്യുക, ദൈവത്തിന് വചനം പറയുന്നത് പോലെ യാഗം അർപ്പിക്കുവാൻ കൊണ്ടുവരുമ്പോൾ ഉണർന്നുള്ളതിനും ദീനമുള്ളതിനെ കൊണ്ടൊന്ന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുമോ? ഇല്ല. ഏറ്റവും മേത്രമായതിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുമോ? അങ്ങനെയെങ്കിൽ നിനക്ക് ശ്രേഷ്ഠമെന്ന് പറയുന്ന, നിനക്ക് ഏറ്റവും മേത്രമെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. കൊള്ളാത്തതിനെ അല്ല ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് കൊള്ളാത്തതിന് വേണ്ടിയല്ല ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിർത്തുവാനാണ് ഏറ്റവും മേത്രമെന്ന് നീ കാണുന്നു. നിനക്ക് ഏറ്റവും മേത്രമെന്ന് ചിന്തിക്കുന്നതിന് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ അയച്ചാൽ. കഴിഞ്ഞ നാളുകൾ വന്നുപോയി ഏറ്റവും വലിയ പരാജയങ്ങൾ, പല കുടുംബങ്ങളിൽ വന്നുപോയ പരാജയങ്ങൾ. ഒന്നിനും കൊള്ളത്തില്ലെങ്കിൽ അവന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയെന്ന് അവൻ മാറ്റിവെക്കുമ്പോൾ കർത്താവ് പറയുക, ഏറ്റവും നല്ലതിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. അത് ഏറ്റവും വ്യക്തമായ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും വ്യക്തമായ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ ദൈവത്തിന് വേണ്ടി ഒന്ന് കൊടുക്കുവാൻ ദൈവം ഒരു കൃപ പറയുക. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമേ കർത്താവേ. അങ്ങ് ദൈവം ബലപ്പെടുത്തണമേ. അങ്ങ് ദൈവശക്തിയിലേക്ക് വാർത്തയാക്കണമേ കർത്താവേ. അങ്ങേ അറിയത്തക്കതായ ഒരു ഹൃദയം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലേക്ക് നമ്മളെ പകരണം. നമുക്ക് യിരെമ്യാവിൻ്റെ 9-ാം അധ്യായത്തിലെ 23-24 വാക്യം. യിരെമ്യാവ് chapter 9 verse 23-24. യഹോവ അപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിപ്പിച്ചറിയുന്നതിനാൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിൽ അല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം പറഞ്ഞപ്പോൾ യഹോവ ഇപ്രകാരം അറിയിച്ചു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിനും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നതോ യഹോവയായ ഞാൻ ഭൂമിയും ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതല്ലോ എനിക്ക് പ്രസാദമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതിന് വചനം പറയുന്നത് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്, അവൻ നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരായതുകൊണ്ടല്ല ദൈവത്തിന് വചനം പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ നിർകഷ്ടമായത്, ബലഹീനമായത്, അവൻ കുലഹീനമായതിന് ദൈവം തിരഞ്ഞെടുത്തത്. അവൻ ഈ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഇതിന് പറയുവാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, എൻ്റെ കാമിക്കാത്ത ജ്ഞാനമുണ്ടോ, എൻ്റെ ബുദ്ധി നോക്കിയിട്ടോ, എൻ്റെ സമ്പത്ത് നോക്കിയിട്ടോ, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ നോക്കിയിട്ടോ അല്ല ദൈവം തിരഞ്ഞെടുത്തത് അവനെ ഫോഷൻ എന്ന് വിചാരിച്ചിട്ട്, ഏറ്റവും നികഷ്ടമെന്ന് വിചാരിച്ചില്ല, കുലഹീനെന്ന് ദൈവത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മകനാക്കി ദൈവം തീർത്തിരിക്കുമ്പോൾ അവൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൽ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ വീണ്ടും ഉള്ളിൽ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ അവൻ പ്രശംസ, ഞാനെന്ന ചിന്ത, ഞാൻ സംതിക്കുന്ന ചിന്ത ഉയരുന്നുണ്ടെങ്കിൽ, എനിക്ക് വീണ്ടും അവൻ എൻ്റെ കുടുംബ മഹിമ ഉയരുന്നുണ്ടെങ്കിൽ, എൻ്റെ ബുദ്ധി ഉയരുന്നുണ്ടെങ്കിൽ, എൻ്റെ ജ്ഞാനം സമ്പത്ത് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുക അവൻ ഇതിനേക്കാൾ പ്രശംസിക്കുന്നത് എവിടെ പ്രശംസിക്കുവാൻ വേണം? കർത്താവിൽ പ്രശംസിപ്പാൻ്റെ ആയിട്ടാണ് ഇതെല്ലാം നൽകിയത്. ഇത് ജ്ഞാനം, ബുദ്ധി, വിവേകം, പരിജ്ഞാനം സകലതും നൽകിയത് ദൈവമാണ്. ആ ദൈവത്തിൽ പ്രശംസിപ്പാനിടെ ആയിട്ടാണ്
ഇതിനൊന്നും വേറൊന്നിനും പ്രശംസിപ്പാനിടയാകാതെ കർത്താവിലേക്കൊന്ന് പ്രശംസിപ്പാൻ ദൈവം ദിവസങ്ങൾ കർത്താവ് അവൻ ഒറ്റ ട്രാക്ക് മാറിയാൽ മതി എങ്ങോട്ടാ യാത്ര തിരിഞ്ഞു പോകാൻ നേരെ പോകേണ്ട യാത്രയിൽ ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്തില്ല യാത്ര വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ വേദനം നിങ്ങൾ ട്രാക്ക് മാറാനിടയാണ് ചെറിയ ഡീവിയേഷൻ മതി സ്മോൾ ഡീവിയേഷൻ മതി എന്ത് ചെയ്യുക ട്രാക്ക് മാറി മാറി നമ്മൾ യാത്ര പോകാൻ വേദനം ഞാനെന്ന ചിന്ത അവൻ കർത്താവ് എൻ്റെ കരങ്ങൾ എൻ്റെ കൈ എൻ്റെ സമ്പത്ത് എൻ്റെ ബുദ്ധി എൻ്റെ ജ്ഞാനം എന്ന ചിന്ത ജീവിതത്തിലേക്ക് കടന്നു വരുവാണ്ടിയാവുക ഞാൻ അറിയാതെ ദിവസങ്ങളിലേക്ക് മാറിപ്പോകും അദ്ദേഹത്തിന് ഒരു വർഷം നിസ്സാരമായിട്ട് വിശാലിച്ച് കടന്നു വരുന്ന മനുഷ്യൻ നിസ്സാരമായിരിക്കാം അവൻ ഒരു പക്ഷേ ഇവിടുന്ന് പ്രസവിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴായിരിക്കാം ഒരു പക്ഷേ പ്രാർത്ഥിച്ച് പുറത്തു പോകുമ്പോഴായിരിക്കാം ഒരു സഹോദരൻ സഹോദരിയൊക്കെ നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും നല്ല പ്രസവമായിരുന്നു നല്ല കഴിച്ച് അവൻ ആ പ്രസവം കേട്ട മഹത്വം ആർക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം പക്ഷേ അപ്പോൾ ഞാൻ ചിന്തിക്കാം നല്ല പ്രസവം എൻ്റെതായിരുന്നു അവൻ നല്ല നല്ല പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച് ആ സെക്കൻഡ് തൊട്ട് അവൻ ഞാൻ പിശാചിൻ്റെ കെണിയിലേക്ക് അകപ്പെടുക ഞാൻ എന്ന വ്യക്തി അവൻ ഉയരുവാണ്ടായിട്ട് ആർക്കും മഹത്വം കൊടുക്കണമായിരുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണമായിരുന്നു കർത്താവേ അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് എന്ന് പറയുവാൻ പോലും കഴിയാത്തവണ് ഹൃദയത്തിൽ അന്തരങ്ങളിലേക്ക് കർത്താവേ അങ്ങനെ ചിന്ത കടന്നു വരാവാറുടെ ആകാതെ അപ്പോൾ അദ്ദേഹം എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ സംസാരിച്ചു അമ്മേ അത് വലിയ വിടുതലായി തീർന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കുവാണ്ടേ ആകണമേ അവരുടെ ദൈവസന്നിധിമേ തെറ്റിപ്പോകുന്ന വഴിയില്ലേ അതൊന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് ആത്മാവ് പറയുന്നത് അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുവാണ്ടേ ആകണത് ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കുവാണ്ടേ ആകണത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് അവൻ വീണ് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഭയത്തോടെ വിറയിലൂടെ ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടുകയും ദൈവത്തിന് വചനം പറയുമ്പോൾ ഭയം വേണം ആരെയൊക്കെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുവാണ്ടിയാണ് വിറയുണ്ടാകണം അമ്മ കർത്താവേ അപ്പ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുവാനിടയാണ് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുവാനിടയാകാതെ ദൈവം ഒന്ന് നിൽപ്പാൻ ഒരു ക്രമ നൽകണമേ ഒരു ഭയം വേണപ്പ അങ്ങയുടെ വചനത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യുവാനിടയാകാതെ ദൈവമേ നിൽപ്പാൻ ഒരു കൃപ നൽകണമേ അപ്പ അങ്ങയുടെ പദ്ധതികൾക്ക് വിരുദ്ധമായി അങ്ങയുടെ പർപ്പസിന് വിരുദ്ധമായി ഒന്നും ചെയ്യുവാനിടയാകാതെ നിൽപ്പാൻ ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയാകണം നമുക്ക് വായിക്കും 17-ാം അധ്യായത്തിൽ യെരമ്യാവ് 17-ാം അധ്യായത്തിന് 5-6 വർഷം യെരമ്യാവ് 17-ാം അധ്യായം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചുരച്ചെളി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത സുവർനിലത്തിലും പാർക്കും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഹൃദയം ഇവിടെ പറഞ്ഞ യഹോവ ഇപ്രകാരം മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടു വളരെ ക്ലിയറായിട്ട് പറയുക ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവത്തിന് രേഖപ്പെടുത്തിയിരിക്കുക യഹോവയെ മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി അമ്മ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജഡത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആയുധമാക്കി ഭുജമാക്കിയിട്ട് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസങ്ങളിലും ഉയർന്നിലത്തും പാർക്കും യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ ആരാ ഭാഗ്യവാനായ മനുഷ്യൻ യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നാം ഭാഗ്യപദവിയിലേക്ക് എത്തണമെങ്കിൽ ഒന്നേ ഉള്ളൂ ഒന്ന് യഹോവയെ ആശ്രയിക്കുക പിന്നെ രണ്ടാമത് വീണ്ടും ഒന്ന് പറയുന്നത് യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നാം ഭാഗ്യപദവിയിലേക്ക് എത്തണമെങ്കിൽ ആരിൽ ആശ്രയിക്കുവാനിടയാകണം നമ്മുടെ ബലത്തിലോ നമ്മുടെ ജ്ഞാനത്തിലോ ബുദ്ധിയിലോ ഈ ലോകത്തിലോ നമ്മുടെ മാതാപിതാക്കളിലോ നമ്മുടെ തലമുറകളിലോ നമ്മുടെ ജോലിയിലോ ഒന്നിനുമല്ല ആശ്രയിക്കേണ്ടത് ആരിൽ ആശ്രയിക്കുവാനിടയായിട്ടൊരു യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യണം നമ്മുടെ മനസ്സുകൊണ്ട് പറയുവാനായിരുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമാണ്
അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിട്ടും അവനെ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ആറ്റിരികെ വേരി വന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയും ആകും. വിശ്രാം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വളർച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ യഹോവനെ യഹോവയെ ആശ്രയിക്കുകയും യഹോവനെ ആശ്രയമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലും അവന് ഉഷ്ണം തട്ടാം, കാറ്റടിക്കാം, വളർച്ച വരാം, പ്രയാസം വരാം, ബുദ്ധിമുട്ട് വരാം. പക്ഷേ അതൊക്കെ ആ സമയത്തും അവൻ തളർത്തു നിൽക്കുവാനായിട്ടും അവൻ ഫലം കായ്ക്കുവാനായിട്ടും എങ്ങനെ ആയതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിൽ വേര് ഊന്നി നിൽക്കുന്നത് കൊണ്ട്. അവൻ ദൈവത്തിൽ ആശ്രയിച്ച് യഹോവയെ ആശ്രയിച്ച് ക്രിസ്തുവിൽ വേരൂന്നി നിന്നാൽ ഏത് സമയത്തും ഫലം പുറപ്പെടുവിപ്പാനായിട്ടും ഏത് സമയത്തും അവൻ ദൈവത്തെ ഉയർത്തുവാനായിട്ടും ഏത് സമയത്തും ദൈവത്തിന് കൊടുക്കണം, മഹത്വം കൊടുക്കുവാനായിട്ടും. അങ്ങനെയെങ്കിൽ ദിവസം ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് വന്ന ദൈവമേ കർത്താവെ, അങ്ങയുടെ കൃപ, അങ്ങയുടെ അഭിഷേകത്തിലേക്ക് നമ്മെ പകരണമേ. കർത്താവെ, അങ്ങയുടെ വിചാരത്തിനനുസരിച്ച് കർത്താവിലും ആശ്രയിച്ച് മുമ്പോട്ട് നീങ്ങണം. ഓരോ ചെവിടും കർത്താവിൽ വെക്കേണ്ടത് ഒക്കെ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കൃപ വേണമേ. ഒരു വാക്യങ്ങൾ വായിക്കാം. മീഖ പ്രവചനം 6-ാം അധ്യായത്തിലെ 8-ാം വാക്യം. മീഖ chapter 6 verse 8. മീഖ chapter 6 verse 8. മീഖ chapter 6 verse 8. മനുഷ്യൻ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ഭയതാൽപര്യനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മനുഷ്യർ നല്ലതെന്നത് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അവൻ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ വേണം. താഴ്മയോടെ നടക്കുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം അവന് പകരുവാൻ വേണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ താഴ്മയോടെ, അവൻ വിനയത്തോടെ, അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ദൈവം താഴ്ന്ന് ദൈവമേ അങ്ങ് അവൻ നൽകിയതല്ലാതെ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദയ ചെയ്യേണ്ടത് ദയ ചെയ്ത്, ന്യായം ചെയ്യേണ്ടത് ന്യായം ചെയ്ത്, അവൻ താഴ്മയോടെ നടക്കേണ്ടത് താഴ്മയോടെ നടന്ന് ഒക്കെ മുമ്പോട്ട് നീങ്ങുവാൻ ഒരു കൃപ പ്രദാനം. അതല്ലേ ദൈവത്തിന് ഇഷ്ടം, ദൈവത്തിന് ആഗ്രഹം തന്നെ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒക്കെ നിലപാൻ ഒരു കൃപ നമ്മുടെ നൽകുവാനായിട്ടേ. കർത്താവ് ഏറ്റവും വളരെ പലപ്പോഴും ചിന്തിപ്പിച്ചതായ ഒരു വാക്കുകൾ വായിച്ച് ദൈവം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുക. പ്രോവർബ് 30-ാം അധ്യായത്തിലെ 7 മുതൽ 9 വാക്യം. പ്രോവർബ് സദൃശ്യവാക്യം 30-ാം അധ്യായം 7 മുതൽ 9. പ്രോവർബ്. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തമായിരിക്കും നിഷേധിക്കരുത്. വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തിയിൽ നിന്ന് തന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നു, യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. രണ്ട് കാര്യം ദൈവത്തോട് ചോദിക്കുകയാണ്. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവനിക്ക് നിഷേധിക്കരുത്, ജീവനുള്ള സമയം വരെയും അതെനിക്ക് നിഷേധിക്കരുത് എന്ന് അവനവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാ പറയുന്നത് വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ. അടുത്തത് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യനിവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണം. എന്താ? ഒന്ന് ദാരിദ്ര്യം തരരുത്, സമ്പത്ത് തരരുത്. ഇത് എനിക്ക് തരാതെ നിത്യനിവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. അവൻ ദാരിദ്ര്യവും വേണ്ട, സമ്പത്തും വേണ്ട, നിത്യനിവൃത്തി. അതാത് ദിവസങ്ങൾ അതാത് ആവശ്യമുള്ളത് എനിക്ക് നമ്മൾ നൽകുവാൻ വേണം. അങ്ങനെ എന്തുകൊണ്ട് അത് പറഞ്ഞതിൻ്റെ അടുത്ത കാര്യം പറഞ്ഞു, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും. അവൻ ഈ സമ്പത്ത് അധികമായി തമ്മിൽ നൽകുമ്പോൾ, കരങ്ങളിൽ അധികമായി സമ്പത്ത് നമ്മൾ നേടുമ്പോൾ അവൻ കർത്താവ് ആരാ, ദൈവം ആരാ എന്ന് ചോദിക്കുവാൻ ഹൃദയത്തിൻ്റെ അന്തരത്തിൽ അതൊരു ചിന്ത കടന്നു വരാതിരിക്കേണ്ടതിന് വേണ്ടി, അവൻ ദൈവത്തെ നിഷേധിക്കാതിരിക്കേണ്ടതിന്, ദൈവത്തിന് മറുതലിച്ചു നിൽക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവൻ ദൈവം നമുക്ക് ദാനം സമ്പത്തുകളൊക്കെ, സമ്പത്ത് നല്ലതാണ്, ദൈവം തരും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവൻ സമ്പത്തിന് ആശ്രയിക്കുന്നത് ആശ്രയിക്കണം, ദൈവത്തിന് ആശ്രയിക്കണം. അവൻ സമ്പത്ത് ലഭിച്ചാൽ അതിൽ ആശ്രയം വെച്ച് ഹൃദയം വെച്ചുകൊണ്ട് നിൽക്കുവാൻ്റെ ആകാതെ ഹോബെങ്കിൽ ആശ്രയിപ്പാൻ വേണം. അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് ദൈവം സമ്പത്ത് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മൾ
നൽകുക. ആ സമ്പത്ത് ദൈവം നമ്മൾ നൽകുമ്പോൾ അനേകർക്ക് ലോകത്തിൽ അനേകർക്ക് സമ്പത്തുണ്ട്. പക്ഷേ ദൈവമക്കൾക്ക് ദൈവ സമ്പത്ത് നൽകുവാൻ കഴിയുമ്പോൾ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി അത് ഉതകുന്ന തകരത്തിലേക്ക് അതിനെ വ്യാപാരം ചെയ്യുവാൻ വേണ്ടിയാണ്. കർത്താവിന് തരുന്ന നന്മകൾ ദൈവം കടം വാങ്ങ ചൊരിക്കലും വേറെ ഒരുത്തരം കൊടുക്കുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം തരുന്ന നന്മകൾ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ഏറ്റവും ഇടത്ത് എത്തുന്ന കരകളിൽ മാത്രമേ എത്തുവാൻ കഴിയും. വളരെ ദൈവത്തോട് ചോദിക്കണം. ഞാൻ പറഞ്ഞത് എത്തേണ്ട ഇടത്ത് എത്തുന്ന സമയത്ത് കർത്താവ് ആർക്ക് അർഹതപ്പെട്ടോ അത് ദൈവത്തോട് ചോദിച്ചിട്ട് അവിടെ മാത്രമേ കൊടുക്കുവാൻ്റെയാകും. കാണുന്നിടത്തെല്ലാം വാരി വലിച്ച് കൊടുക്കുവാൻ്റെയാകരുത്. ആരും നല്ലവരെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് ആത്മാവോട് ചോദിക്കണം. കർത്താവേ, ദൈവമേ, അങ്ങാണ് എൻ്റെ കരങ്ങളിലേക്ക് നന്മ നൽകിയത്. കർത്താവേ, അതിനെ വിനിയോഗിക്കുവാൻ്റെയാകുമ്പോൾ അത് കൊടുക്കുവാൻ്റെയാകുമ്പോൾ കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരണം. അങ്ങ് കാണിച്ചു തരാത്ത ഒരു വ്യക്തിയിലേക്ക് കർത്താവേ എൻ്റെ കൈയിൽ തന്ന നന്മകൾ അത് പോകുവാൻ്റെയാകാതെ കർത്താവിനെ നിയന്ത്രിക്കുവാൻ്റെയാകണമെന്ന് പ്രാർത്ഥിക്കുവാൻ്റെയാണ്. കർത്താവേ, നമ്മൾ തരുന്ന നന്മകൾ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തരുന്ന ദൈവം നൽകുന്ന നന്മകളാണ്. അതൊക്കെ കാണുന്നവർ കള്ളന്മാരുടെ കയ്യിലല്ല എത്തേണ്ടത്. നേരോടെ നിന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒന്നും ലോകത്തിൽ സമ്പാദിക്കാതെ തനിക്കുള്ളതും കൂടെ വിറ്റ് ഇറങ്ങി പുറപ്പെട്ട കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ കരങ്ങളിൽ ആ നന്മകൾ എത്തുവാൻ്റെയാകുന്നത് ലോകത്തിലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുടെ കരങ്ങളിലേക്ക് ദൈവം നന്മകൾ നൽകുമ്പോൾ അത് എത്തുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം നമ്മളെ പകരുവാൻ്റെയാണമേ. അതിന് വ്യാപാരം ചെയ്യേണ്ടതുപോലെ വ്യാപാരം ചെയ്യുവാൻ, അതിനെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ ഒരു കൃപ നമ്മളെ നൽകണമേ. അതോടൊപ്പം തന്നെ ദൈവം നന്മകൾ നൽകുവാൻ്റെയാകുമ്പോൾ ദൈവം ആരെന്ന് ചോദിക്കുന്നതായ ഒരവസ്ഥ എൻ്റെ ഹൃദയത്തിന് അന്തരങ്ങളിലേക്ക് ഒരിക്കലും വരുവാൻ്റെയാകരുത്. എത്ര ഭയമോ, എത്ര ഭയത്തോട് ദൈവം നന്മ നൽകണമേ, സമ്പത്ത് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തമ്മിൽ നന്മ കരകളിലേക്ക് തരുമ്പോൾ ദൈവം ആരെന്ന് ചോദിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലില്ലയോ? നമ്മുടെ ജീവിതത്തിലില്ലയോ? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയമുണ്ടപ്പാ. ഒരു തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കും. ശവമായി തീർന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ശമമായി തീർന്നിരിക്കുന്ന ഒന്നുണ്ട്. ഇത് ഏറ്റവും ശവമായി തീർന്നിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ എല്ലാവരുടെയും ജീവിതം ശവമായി തീർന്നിരിക്കുക. കർത്താവേ, ദൈവമേ, അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിച്ച മംഗളങ്ങളുണ്ട്. എന്നാൽ കർത്താവിന് കൊടുക്കണം. ദൈവം തന്ന നന്മകൾ കർത്താവ് ദൈവം ആരെന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് ദൈവം എത്തി നിൽക്കുന്ന മണ്ഡലമാ. അതിലേക്ക് സമയങ്ങളെ ചെലവഴിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവ് ചോദിക്കുന്നു, കർത്താവേ, ദൈവം ആരെന്ന് നിനക്ക് തന്ന നന്മകൾ വെച്ചുകൊണ്ട് അത് ചോദിച്ചു കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് ദൈവത്തിന് ആത്മാവ് ചോദിക്കുന്നു. നമ്മെ കൊടുക്കുവാൻ മറുപടി പറയുവാൻ ബാധ്യസ്ഥ. നാം മറുപടി പറയുവാൻ ബാധ്യസ്ഥ. നമുക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നൽകിയിരിക്കുമ്പോൾ, നമ്മുടെ ചില നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നൽകിയിരിക്കുമ്പോൾ ലോകത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയല്ല ദൈവം തന്നിരിക്കുന്നത്. ലോകത്തിലെ എന്റർടൈൻമെന്റ് കാണുവാൻ വേണ്ടിയല്ല നൽകിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളെ ചെലവഴിക്കുവാൻ കഴിയാതെ ദൈവത്തിലേക്ക് വിട്ടുമുടക്കുന്ന അനുഭവങ്ങളില്ലാതെ ദൈവം ഈ മൊബൈലിനകത്ത് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാനാകുമ്പോൾ ഞാൻ പറയുക, കർത്താവെ ക്ഷമിക്കുവാനേ അങ്ങനെ. ദൈവമേ, അങ്ങനെ നന്മകളെ കർത്താവെ നന്മകൾ കർത്താവെ ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കുവാൻ ഒരു കൃപ തമ്പുരാൻ ഞങ്ങൾ തമ്പുരാൻ പകരണമേ. കർത്താവെ, ഒരു നെഹമ്യാവ് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ പ്രതിഭവനോ എൻ്റെ ചാർച്ചക്കാരൻ പാപം ചെയ്തു പോയപ്പാ ക്ഷമിക്കണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമപ്പാ. അങ്ങേക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും ദൈവമേ പ്രാധാന്യം കൊടുക്കേണ്ടതുപോലെ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ പലപ്പോഴും ദൈവമേ സമയങ്ങളെ വേർതിരിക്കേണ്ടടുത്ത് സമയങ്ങളെ വേർതിരിപ്പാൻ കഴിയാതെ പലപ്പോഴും ഞാൻ സമയങ്ങളെ സ്പെൻഡ് ചെയ്തത് കർത്താവേ ദൈവമില്ലാത്ത മണ്ഡലത്തിലാ, ദൈവമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ദൈവമേ സമയങ്ങൾ സ്പെൻഡ് ചെയ്തത് ദൈവം ഒരു മടങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പകരുവാനാകണം. ഇത് വാങ്ങുവാൻ പൈസ തന്നത് ദൈവമല്ലയോ? ഇത് വാങ്ങുവാൻ കരങ്ങളിൽ നന്മ നൽകിയത് ദൈവമല്ലയോ? എനിക്കും നിങ്ങൾക്കും തലമുറകൾക്കും ഇത് വാങ്ങിക്കൊടുക്കുവാൻ സമ്പത്ത് നൽകിയത് ദൈവമല്ലയോ? ഒരു
നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ തലമുറകൾ അനേകം തലമുറകൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നന്മകൾ നൽകി സമ്പത്ത് നൽകി തലമുറകൾക്ക് വായിച്ചു കൊടുക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുമ്പോൾ എത്ര ദൈവം ദൈവത്തിന് പാപത്തിന്റെ അനുഭവത്തിലേക്ക് വീണു പോകുവാനുടെ ആകാതെ അങ്ങനത്തെ നന്മകളാ സമ്പത്ത് അതിന് ദൈവം ആരെന്ന് ചോദിക്കുന്ന അനുഭവത്തിലേക്ക് ഞാൻ അവരെ ആരെയും തള്ളിവിടുവാനുടെ ആകാതെ എന്നോടൊന്ന് കറന്നണമേ അപ്പാ. പരിശുദ്ധാത്മാ നമ്മുടെ തലമുറകൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണമേ അപ്പാ. ദൈവമേ, നമ്മുടെ തലമുറകൾക്ക് പരിശുദ്ധാത്മാവൊന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണമേ അപ്പാ. നമ്മുടെ തലമുറകൾക്ക് ദൈവത്തിന്റെ ആത്മാവൊന്ന് വ്യക്തമായി സംസാരിക്കണമേ അപ്പാ. വല്ലാത്ത ലോകത്തിലെ പിഞ്ചു പൈതങ്ങൾ ഉൾപ്പെടെ അവരുൾപ്പെടെ കർത്താവേ, അവർക്കും കാർട്ടൂൺ മതി, അവർ ദൈവത്തെ വേണ്ട, അവർക്കും കാർട്ടൂൺ മതി, അവർക്കും കോമഡി മതി, അവർക്കും സീരിയൽ മതി, അവർക്കും നല്ലതും മതി അപ്പാ. അപ്പൊ ദൈവത്തെ വേണ്ട അനുഭവങ്ങളപ്പാ. പരിശുദ്ധമേ കർത്താവേ, അങ്ങ് തന്ന നന്മകൾ ഞാൻ എന്റെ തലമുറകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴപ്പാ അത് നാശത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്നത് പോലെ ഒരു അനുഭവം. അപ്പൊ ഞാൻ മൂലം എന്റെ തലമുറകൾ നാശത്തിലേക്ക് പോകുന്ന അനുഭവങ്ങളുണ്ടപ്പാ. കർത്താവേ ക്ഷമിക്കണമേ, അകൃത്യത്തെ ഓർക്കലപ്പാ, കുറവുകളെ ക്ഷമിക്കണമേ അപ്പാ, കുറവുകളെ ക്ഷമിക്കണമേ അപ്പാ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ അപ്പാ, ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ അപ്പാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ അപ്പാ. ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണമേ അപ്പാ. ഞങ്ങൾ കടന്നു വന്നതുപോലെ എല്ലാം മടങ്ങി പോകുമ്പോൾ ഒരു പുതിയ അഭിഷേകത്തെ ഒരു പുത്തൻ മാനസാന്തരത്തോടെ പുത്തൻ തീരുമാനത്തോടെ ഒന്ന് മടങ്ങി പോകുവാൻ ഒരു കൃപ നൽകണമേ അപ്പാ. ദൈവമേ, അപ്പൊ ദൈവമേ ഒരു കൃപ നമ്മൾ നൽകണമേ. അങ്ങനെ ഉമ്മയുടെ ഉദരത്തിൽ ഒരു വാങ്ങുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ കണ്ടപ്പോൾ ഒരു കർത്താവ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോയി ഞാൻ നിൽക്കുന്ന ഏത് സ്റ്റേജിലാ, ഞാൻ നിൽക്കുന്ന ഏത് അവസ്ഥയിലാ, ദൈവമാരെന്ന് ചോദിക്കുന്ന അനുഭവത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവമേ അങ്ങ് സഹായിക്കണം, അങ്ങ് സഹായിക്കണം. തെറ്റുകളെ തിരിച്ചറിയുവാൻ ഒരു കൃപ നൽകണമേ. അകൃത്യങ്ങളെ തിരിച്ചറിയുവാൻ, പാപങ്ങളിൽ തിരിച്ചറിയുവാൻ എന്നെ ആത്മീയ കണ്ണുകളെ തുറന്നു തരണമേ അപ്പ. എന്റെ ഹൃദയം കല്ലായി പോയല്ലപ്പാ, എന്റെ ഹൃദയം കല്ലായി നിലപ്പാടെ ആയല്ലപ്പാ. മാംസമായ ഒരു ഹൃദയം എന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് നമ്മളെ പകരമാണ് പുതിയ ഓരോ ആത്മാവിലേക്ക് നമ്മളെ നൽകണമേ അപ്പ. അങ്ങേ അറിയത്തക്കതായ ഒരു ഹൃദയം, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഹൃദയം, അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഹൃദയം അപ്പാ. യേശുവേ, എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഹൃദയം എനിക്ക് നമ്മൾ നൽകുവാനാകണമേ അപ്പാ. ഇതിനുവേണ്ടി ഒരുക്കണം എന്റെ കുടുംബത്തെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ തലമുറകളെ അതിനുവേണ്ടി ഒരുക്കണം. ഞാനും എന്റെ കുടുംബം അതിനുവേണ്ടി നിൽക്കുവാൻ ഒരു കൃപ നമ്മൾ നൽകണമേ അപ്പാ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കണമേ അപ്പാ. അപ്പൊ ദൈവമേ, അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. ദൈവത്തിന്റെ കൃപ വേണം. ദൈവത്തിന്റെ കൃപയില്ലാതെ കണ്ണുനീർ ഒഴിക്കേണ്ടതിനകത്ത് കണ്ണുനീർ ഒഴിക്കുവാനെയാണ്, നിലവിളിക്കുന്ന ഇടത്ത് നിലവിളിക്കുവാനായിട്ട്, ഇങ്ങനെ ജീവിച്ച മനുഷ്യൻ ജീവിച്ചു മരിച്ചു പോകുവാനായിട്ട് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ദൈവം ഈ വക പ്രവർത്തിക്കുന്നത് ഒന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുമ്പോൾ കർത്താവേ ആ വചനത്തെ മാറ്റിവെക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയത്തില്ല. ആ വചനത്തെ മാറ്റി വർത്തിയിട്ട് ദൈവം എവിടേക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറയുവാനായിട്ടുള്ളത്, ഈ പറയുന്ന ഞാനും അതിൽ നിന്ന് ഒഴിവ് കഴിയല്ല, ഞാൻ ഉൾപ്പെടെ ദൈവമേ അപ്പാ. ദൈവമേ അപ്പാ, എന്നെ ശോധന ചെയ്യുന്നത് കർത്താവിന്റെ ഹൃദയത്തെ അറിയുന്നത്, എന്റെ നിലപാടുകളെ, എന്റെ ചിന്തകളെ, എന്റെ വിചാരങ്ങളെ, രാത്രിയുടെ യാമങ്ങളെ, ഹൃദയങ്ങളുടെ യന്ത്രങ്ങളെ കഥാവി ആരും കാണാതിരിക്കുന്ന മണ്ഡലങ്ങൾ കഥാവി ഞാൻ ചെയ്ത പ്രവൃത്തികൾ എല്ലാ ദൈവമേ അങ്ങയുടെ മുമ്പാകെ നിൽക്കുമോ അപ്പാ. ദൈവമേ ക്ഷമിക്കണമേ അപ്പാ, അകൃത്യങ്ങളെ കണക്കിടലപ്പാ. അവൻ ഞാനെന്ന് ചോദിക്കുന്നു അനുഭവത്തിലേക്ക്. അവൻ അരുതനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിന്റെ നാമത്തെ തിന്നിപ്പാനും സംഗതി വരുന്നത്. ഞാൻ ദരിദ്രനായി തീർന്നിട്ട്, അവൻ ഞാൻ ഭാവിക്കഥ ഒന്നുമില്ലാത്തവനായി തീർന്നിട്ട് ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുവാൻ പോയിട്ട് അവൻ ദൈവനാമം ദുഷിക്കുന്ന അനുഭവത്തിലേക്ക് കടത്തി വീഴുവാനിടയാകാതെ, അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ അവിടെ കർത്താവ് ദൈവത്തിന്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതാത് ദിവസം നിത്യ നിവർത്തി തന്ന ദൈവമേ എന്നെ പോഷിപ്പിക്കുവാനിടയാകണമേ. അതാത് ദിവസത്തിന് ആവശ്യമായുള്ളത് തന്ന ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തെ വചനം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അതേ കർത്താവ്, ഞാൻ സമ്പത്ത് ഉണ്ടായിട്ട് ദൈവം ആരെന്ന് ചോദിക്കുക
ഉപയോഗിച്ച് അവൻ ദൈവത്തെ നിഷേധിപ്പാൻ ഇടയാകാതാണ്. അവൻ ഞാൻ ദരിദ്രനായി തീർന്നിട്ട് അവൻ കഥ മോഷ്ടിച്ച ദൈവനാമത്തെ ദുഷിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനിടയാകാതാണ്. കഥാവ് നിത്യ നിവർത്തി തന്നതിനെ നിർത്തുവാൻ എനിക്ക് ആവശ്യമുള്ളത് മതിയപ്പ. എനിക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ളത് അതാത് ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ളത് എനിക്ക് തമ്മിൽ നൽകണമേ കഥാവ്. അതാത് ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ളത് നൽകുവാൻ ഇന്നത്ര സ്പെൻഡ് ചെയ്യുവാൻ കാശ് വേണമോ അത് തന്നെ കഥാവിൻ്റെ ഇഷ്ടമോടെ ചെയ്യുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ സംസാരം ഒരു പർപ്പസിന് വേണ്ടി ദൈവം നമ്മളെ നിർത്തുവാനിടയാകുമോ? ദൈവത്തിൻ്റെ കൃപയാവരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുവാൻ കഥാവ് ദൈവത്തിൻ്റെ ശുദ്ധം വ്യക്തമായി സംസാരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടലായി പതിവോട് അവയെ കഥാവെ അന്ന് സഹായിക്കുന്നതായി Jeremiah chapter 1 verse 4 to 9. Jeremiah chapter 1 4 to 9. Sanjay. And the word of the Lord came unto me, saying, Before I formed thee in the belly I knew thee, and before thou camest forth out of the womb I sanctified thee, and I ordained thee a prophet unto the nations. Then I said, Lord God, behold, I cannot speak, for I am a child. But the Lord said unto me, Say not, I am a child, for thou shalt go to all that I shall send to thee, and whatsoever I command thee thou shalt speak. Be not afraid of their faces, for I am with thee to deliver thee, said the Lord. Then the Lord put forth his hand and touched my mouth, and the Lord said unto me, Behold, I have put my words in thy mouth. Those the words of the Lord came to saying, Before I formed you in womb I knew you. Before you were born I consecrated you and appointed you prophet to the nations. The words said like this also. No one cannot see how to create inside the womb of my mother how I created you. You created how you created inside the womb? No. No one cannot see how joined each part of the body. No one cannot see. Inside the womb, only the gods created the very miracle day. Because we cannot say any words, because it's very miracle and precious way is created also. But God said there to Jeremiah, Before I formed you in the womb, I knew you. Same way, before I formed me, formed to me, or you, in the womb of your mother or my mother also, the gods have the purpose to in the world how you live, how to work, and what the purpose of creations. Everything the gods have the plan. But a lot of times we have skipped the God's plan also. Now work with our plan also. Now God said, before you enter the world, before you enter the world also, God have the clear plan how to live in the world also. How you go today, tomorrow, and the day after tomorrow also. What do you do? The gods have the clear plan. But a lot of times we are thinking about our way. We are praying about our way. A lot of times we are praying to the gods for our wishes, for our worldly things only. But a lot of times we are not asked to the God, what I need to do, what I need to do, you. A lot of times we are not asked to God, how I move, what I need to do, you. What are the purpose of the God's created to me for the kingdom of the purpose, kingdom of the God. Never ever. Lot of times we are not asked to God also. But God said, no. We stop that type of prayer and come to the God, in the front of the God, and ask to God, God, what I need to do tomorrow, today, and tomorrow also. Because each and every person have the gods have the purpose to that in the world also. Even in the parts, the God in the church, you and me and everyone is the parts of the church also. The parts of each kinds will have the gods have the purpose.
No, my purpose is different, your purpose is different, your calling is different, my calling is different, your activity is different, my activity is different, your mother and father is different, my mother and father is different, my parents is different. Always, all the differences, always we can see the differences. Same way, you and me and the different purpose also. God have this different nations, we are living in the different nations, maybe different villages, different also, different town also, but God have the clear plan how you do, how you work with God also. Because it's the same way God created every people also. So you need to ask to the God to how I live, how I move, what decision I need to take, how I take the decisions. It depends upon the God. Only depends upon the God. Give me the spirit of God, spirit. Give me the power, almighty power. Give to me. I need any single decision. If I take any actions, if I go to anywhere else, give me the guidance. Under your guidance only, I need to go. Without the process, without the guidance, I cannot go anywhere also. Please give me the guidance also. How I will, move to somewhere also. Same way you pray to God, give me the clear answer, clear vision, clear purpose of my birth also. Give me God, what I need to do tomorrow, today also, and in my family also. So today is also, brother also, brothers talk also. Even the God give it to the child also. Child, God for the our purpose also, not for the God's purpose given to the child to our hand also. See, all the even single child, maybe two child, maybe we need to learn how to pray, how to teach everything also, Bible words and everything also we need to teach also. And we need to guide us for the purpose of God also. So, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ ഒക്കെ ദൈവം നിർത്തുവാൻ ഇടയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ദൈവസംലേഖനം കഴിഞ്ഞ സമയം അധികം നാമേ മുമ്പോട്ട് പോയിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ദൈവസംലേഖനം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസംഘത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് എഴുന്നിട്ട് അമ്മ ഒരു പാട്ട് പാടിയിട്ട് മതപ്പെടുത്ത സഞ്ജയ് നിങ്ങൾക്ക് ആ പാട്ട് അറിയാമോ? ദൈവം ചേർന്ന് നമ്മളെല്ലാം